ഈശ്വര, സാധനങ്ങളൊക്കെ തീർന്നല്ലോ. ഇന്നല്ലേ കടയിൽ കാശ് കൊടുക്കാന്ന് പറഞ്ഞത്. കുറച്ചെങ്കിലും എത്തിക്കാൻ എന്താ ഒരു മാർഗം? ചക്കപ്പഴത്തിന്റെ നല്ല മണം. ചക്കപ്പഴം കൊണ്ട് അടി ഉണ്ടാക്കി കഴിച്ച കാലം മറന്നു. ഈ അമ്മയുടെ ഒരു കാര്യം, ഈ സമയത്ത് ഏതൊക്കെ നിനക്കറിയില്ല. ഈ സമയത്താവുമ്പോ ചക്ക ആവശ്യത്തിന് കിട്ടും. ഓ എന്റെ ദൈവമേ. അല്ല, അപ്പോ ഇവിടെ സ്കൂള് വിട്ട് വന്നിട്ട് ഇതുവരെ ചായ കുടിക്കാൻ വന്നില്ലല്ലോ. അവ വന്നു? ഞാൻ കണ്ടില്ലല്ലോ. അപ്പൂ, അപ്പൂ, അപ്പൂ. ആഹാ, മോനെന്താ ഇവിടെ ഒറ്റയ്ക്കിരിക്കുന്നത്? ദേ, അമ്മ എന്തൊക്കെയാ കഴിക്കാൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്നൊന്ന് നോക്കിയേ. വാ അപ്പൂ, എഴുന്നേൽക്ക്. എന്താ രാധേ? എന്റെ കുട്ടി കളിച്ചും കളിപ്പിച്ചും നടക്കേണ്ട പ്രായത്തിൽ അവനതിലൊന്നും വലിയ താല്പര്യമില്ല. എവിടെയെങ്കിലും പോയി ഒറ്റയ്ക്കിരിപ്പ. ഈ വീട്ടിലിപ്പോ ഏറ്റവും പ്രായക്കൂടുതൽ അവനാണെന്ന് തോന്നുന്നു. സൈലൻസ്. സുമേഷ്, കൊള്ളാം, മിടുക്കൻ. മേഴ്സി, കൊള്ളാം, മിടുക്കി. രണ്ടുപേർക്ക് ഇംപ്രൂവ്മെന്റ് ഉണ്ട്. ഗോപിനാഥൻ, എന്തു പറ്റി? കളി ഇത്തിരി കൂടുതലാ അല്ലേ? കുറച്ചുകൂടി നന്നാക്കണം. അപ്പുക്കുട്ടൻ, എന്താ ഇത്? ഇതെന്താ ഇങ്ങനെ? അടുത്ത പേരുടെ പി ടി അല്ലേ? സ്റ്റാഫ് റൂമിലേക്ക് വരും. എന്താ സുഭദ്ര ടീച്ചർക്ക് ഈ പീരീഡ് ഫ്രീ ആണോ? ലീലാവതി ടീച്ചർക്ക് എന്തോ പോർഷൻ തീരാഞ്ഞ് എന്റെ അരമണിക്കൂർ വാങ്ങിച്ചു. ആഹാ, അപ്പോ രണ്ടുപേരും പരസ്പര സഹായ സഹകരണ സംഘക്കാരാണല്ലോ. ആ, കേറ് വാപ്പു. എന്താ പൂക്കട്ട ഇത്? ഇതെന്ത് പറ്റി? വീട്ടിൽ ഇരുന്ന് ഒന്നും പഠിക്കാറില്ലേ? കേട്ടോ ടീച്ചറേ, നന്നായിട്ട് പഠിച്ചിരുന്ന കുട്ടിയാ. ദാ ഇതിപ്പോ കണ്ടില്ലേ, എല്ലാത്തിനും മാർക്ക് തീരെ കുറഞ്ഞിരിക്കും. അപ്പു നല്ല കുട്ടിയാ, നന്നായി പഠിച്ചോളൂ. ആ, വിഷമിക്കണ്ട കേട്ടോ. നമുക്ക് അടുത്ത പ്രാവശ്യം കൂടുതൽ മാർക്ക് വാങ്ങിക്കാം കേട്ടോ. അപ്പൊ വയ്ക്കുള്ളൂ. മാഷേ, മാഷക്കപ്പൊ കാര്യമൊന്നും അറിയില്ലേ? ഇല്ല. ആ കുട്ടിയുടെ അച്ഛനെ സുഖമല്ലാണ്ട് വീട്ടിൽ പൂട്ടിയിട്ടിരിക്ക. ചില ദിവസമൊക്കെ ഭ്രാന്ത് കൂടുന്നാ പറയുന്നേ. എത്ര നാളായി? കൊറേ നാളായി. അതിനുവേണ്ട ചികിത്സയൊന്നും ചെയ്തില്ലേ? കൊറേ സ്ഥലത്തൊക്കെ കൊണ്ടുപോയി, പക്ഷെ ഒരു ഗുണവും ഉണ്ടായില്ല. അവസാനം വീട്ടിൽ തന്നെ കിടത്തിയിരിക്ക. എനിക്കറിയില്ലായിരുന്നു അവന്റെ മനസ്സിൽ ഇനി വിഷമമായോ എന്തോ. അതിന് മാഷിപ്പോ ഒന്നും പറഞ്ഞില്ലല്ലോ. അല്ല, എന്നാലും ഓർക്കുമ്പോ ഒരു പ്രയാസം. ആ കുട്ടിയുടെ അമ്മയും ഞാനും സ്കൂൾ മേറ്റ്സ് ആയിരുന്നു. അവരുടെ വീടിനടുത്തൂടെ ഞാൻ എന്നും വരുന്നത്. ഒരു ദിവസം കയറി സൂചിപ്പിക്കാം. എന്താ അപ്പു കളിക്കാൻ പോകാത്തത്? അവരുടെ കൂടെ പോയി കളിക്കാം. വേണ്ട മാഷേ, ഞാൻ കളിക്കുന്നില്ല. എന്നാ വാ, നമുക്ക് അവിടം വരെ നടന്നിട്ട് വരാം.
ഈ നിഴലുണ്ടാകുന്നത് എങ്ങനെയെന്ന് അപ്പുനറിയാലോ. പറയാം. വെളിച്ചം കടക്കാത്തൊരു വസ്തുവിൽ പ്രകാശം തട്ടുമ്പോ നിഴലുണ്ടാകുന്നു. നമ്മൾ സൂര്യപ്രകാശത്തിലൂടെ നടക്കുമ്പോൾ ഒരു കൂട്ടുകാരനെ പോലെ നിഴൽ നമ്മുടെ കൂടെ ഉണ്ടാവും, എപ്പോഴും എവിടെയും. പക്ഷേ സൂര്യപ്രകാശത്തെ കാർമേഘം ഒന്ന് മറയുമ്പോ നിഴൽ നമ്മളെ വിട്ട് മാഞ്ഞു പോകും. അപ്പൊ നമ്മളെന്ത് വിചാരിക്കും? നിഴൽ നമുക്ക് നഷ്ടമായി, ഇനി ഒരിക്കലും അത് തിരിച്ചു വരില്ലെന്ന്. എന്നാൽ കാറ്റ് വന്ന കാർമേഘം മാറുമ്പോ നിഴൽ നമ്മുടെ അടുത്ത് ഓടിയെത്തും, ഒരു കൂട്ടുകാരനായി. ഇത് നമ്മുടെ പ്രകൃതിയിൽ നടക്കുന്ന മാറ്റങ്ങളാണ്. ഇതുപോലെ തന്നെ എല്ലാ ജീവജാലങ്ങളിലും നല്ലതും ചീത്തയും മാറി മാറി വരും. അത് സ്ഥിരമായ ഒന്നല്ല. അപ്പോ കാർമേഘം മാറി വെളിച്ചം തന്നെ വരും. അതുകൊണ്ട് നല്ല മാറ്റങ്ങൾ ഉണ്ടാവുമ്പോ കൂടുതൽ സന്തോഷിക്കുവാനും ചീത്ത മാറ്റങ്ങൾ ഉണ്ടാവുമ്പോ അത് തന്നെ ഓർത്ത് ദുഃഖിക്കാനും പാടില്ല. മോന് മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? അതുകൊണ്ട് ഇന്നു മുതൽ മാഷ് പറയുന്നൊക്കെ കേട്ട് നല്ല കുട്ടിയായി പഠിച്ചു വളരും കേട്ടോ. രാധേ, രാധേ, സുഭദ്രയോ? എന്താ ഈ വഴിക്കൊക്കെ? വീട്ടിലേക്ക് പോകുന്ന വഴി കയറിയെന്നേ ഉള്ളൂ. കുറച്ചു ദിവസമായി വിചാരിക്കുന്നു ഒന്ന് വരണമെന്ന്. അപ്പുവിന്റെ അച്ഛനിപ്പോ എങ്ങനെയുണ്ട്? കാര്യമായ മാറ്റം വല്ലതുണ്ടോ? ഞാനൊരു കാര്യം സൂചിപ്പിക്കാനാ വന്നത്. ഈയിടെയായിട്ട് അപ്പു പഠിക്കാൻ കുറച്ച് മോശമായിട്ടാ കാണുന്നേ. അല്ല, അത് വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. ഒന്ന് ശ്രദ്ധിച്ചാ എല്ലാം ശരിയാവും.